തിരുഹൃദയ മാസം ജൂൺ 3. തിരുഹൃദയ ഗീതം കവിത 3-ാം ഭാഗം. സങ്കടം പേറുന്ന സഹചരയോർത്തു നീ സഹനശക്തിക്കായി പ്രാർത്ഥിക്കുവിൻ. ആന്തരികാനന്ദ മകിലതും നുകരുവാൻ ആത്മാർത്ഥപൂർവം യാചിക്കുവിൻ. ഒട്ടും നീനയ്ക്കാത്ത നേരത്ത് ഭാഗ്യങ്ങൾ ഓമനക്കുട്ടതിലവച്ചൊരിയുന്നു ഞാൻ. നന്ദിപൂർവം നിങ്ങളെന്നെ സ്മരിക്കുവിൻ, നാളെയും നൽവരം നൽകിടുവാൻ. നന്മ സ്വരൂപനാം എന്നെ മറക്കുവോർ തിന്മയിൽ നീന്തുന്നു തീയിലെത്താൻ. കൃത്യമല്ലാത്ത ശുദ്ധ കൃതജ്ഞത കീർത്തനം കേൾക്കുമ്പോൾ പൂർവോപരി കോരിച്ചോരിയും ഞാൻ നന്മകൾ നിങ്ങളെ കോരിത്തരിപ്പിക്കും ദൈനംദിനം. വാഗ്ദാനലംഘനം ചെയ്യല്ലേ മക്കളെ, വാക്കുപാലിക്കുവിൻ ത്യാഗപൂർവം. വഞ്ചന കാട്ടാതെ വക്രതയില്ലാതെ പിഞ്ചൊല്ലു സത്യസ്വരൂപനെന്നെ. പാപത്തിൽ വീഴ്ത്തുന്ന പശ്ചാത്തലങ്ങളെ പാടെ പരിത്യജിക്കാൻ പഠിക്കൂ. പാടത്ത് പണിയുന്നോർ പാറ പോറിക്കുന്നോർ പാടുപെടുന്ന സഹോദരങ്ങൾ, പാവങ്ങൾ രോഗികൾ പീഡിതർ ക്ലേശിതർ പരവശരായുള്ള സോദരങ്ങൾ. അഭയം കണ്ടെത്തട്ടെ, ആശ്വാസം കൊള്ളട്ടെ നിങ്ങൾ തൻ കരുണാർദ്ദ കരയുഗത്തിൽ. പറയൂ പരാജയ പട്ടിക പരിഹാര പാത ഞാൻ കൈനീട്ടി കാട്ടിത്തരാം. പരിധിൽ തുടങ്ങുന്ന പരിപാടി പടിപാടി പരിപൂർണ വിജയം വരിച്ചിടുവാൻ. വിശ്വസ്ത സ്നേഹിതർ പിന്താങ്ങി നൽകുവാൻ വിശ്വാസപൂർണരായി പ്രാർത്ഥിക്കുവിൻ. വേദന തിങ്ങുന്ന വിഷമതായകിലവും വിശദീകരിക്കൂ എൻ്റെ മുന്നിൽ. കുരിശുകൾ കൂടുമ്പോൾ ഭാരം പെരുകുമ്പോൾ കുമ്പിടു യാചിക്കൂ ഇപ്രകാരം. കൈപ്പൂ നിർത്തോരി കാസ മാറ്റണമേ, കർത്താവേ കാരുണ്യകേദാരമേ. എന്നാലും എൻ്റെ ഹിതമല്ല നിൻ ഹിതം, മന്നിലെന്നെന്നും ജയിച്ചിടട്ടെ. സ്നേഹം നശിച്ചവർ ദ്രോഹങ്ങൾ ചെയ്യുമ്പോൾ സ്നേഹിതർ മറുചേരി ചേർന്നിടുമ്പോൾ മഹാമനസ്കതാപൂർവം പോറുക്കുകിൽ മനഃശുദ്ധിയോടെ മറന്നിടുകിൽ. മാമകവരവർഷം നിങ്ങൾ നുകർന്നിടും, മധുരം വമിച്ചിടും ഹൃദയമാകെ. വ്യഥാഭയങ്ങളാൽ വ്യതയിൽ മുഴുകിയോ വിശ്വാസരക്ഷകനെൻ്റെ മാറിൽ. വിശ്രാന്തി കൊള്ളട്ടെ വിശ്വാസ ചൈതന്യം, വെട്ടം വീടാതെ പുലർത്തിയിടട്ടെ.
കാരണം കൂടാതെ ആത്മാർത്ഥ സ്നേഹിതർ കാരുണ്യരഹിതരായി തീർന്നുവെങ്കിൽ അവർ നിന്നെ വീണ്ടും സമാലിംഗനം ചെയ്യാൻ അനുദിനമെന്നോടപേക്ഷിക്കുവിൻ. സന്താപം മാറ്റുവാൻ യാചിച്ചിടുന്നവർ സന്തോഷം കൈവന്നു എന്നു കണ്ടാൽ നന്ദിയോടെന്നെ സ്മരിക്കട്ടെ കീർത്തന സ്പന്ദനം മുന്നിൽ മുഴക്കിടട്ടെ. സൗമ്യ സ്വഭാവവും ശാന്തപ്രകൃതിയും സംരക്ഷിച്ചിടുവാൻ ഭംഗമെന്നി സവിനയമെൻ്റെ ഹൃദയത്തെ വീക്ഷിച്ച് സന്തതം പ്രാർത്ഥിക്കൂ എന്നുമെന്നും. പാപത്തിൽ വീഴുന്ന സാഹചര്യം സാദാ പരിവർജിച്ചിടുക ദൃഢചിത്തരായി. വിട്ടകന്നിടുവാൻ പ്രാർത്ഥനാരഹിതരെ വിശ്വാസമില്ലാത്ത കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിലേറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്നും ധ്യാനിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 14-ാം വാക്യം. വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഇവിടെ രണ്ട് കാര്യമാണ്, വിളിയും തെരഞ്ഞെടുപ്പും. വിളിക്കപ്പെട്ടവർ അനേകരാണ്, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. വിളിയിൽ നിന്നും ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. ദൈവരാജ്യത്തേക്കുള്ള ക്ഷണമാണ്. ഈ ക്ഷണം എല്ലാവർക്കും സ്വീകരിക്കാം, എന്നാൽ അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവര് ചുരുക്കമാണ്. ഈ തിരഞ്ഞെടുക്കപ്പെട്ടവര് സ്ഥിരമായ ഉത്സാഹത്തോടുകൂടി വിളിക്ക് യഥാർത്ഥത്തിൽ പ്രത്യുത്തരം കൊടുക്കണം, സജീവമായ ശിഷ്യത്വം സ്വീകരിക്കുന്നു. ഇത് നമ്മുടെ പ്രതികരണമാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായി ഞാൻ മാറണമെങ്കിൽ പൂർണ്ണമായും നമ്മുടെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കും. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ പഠനമായും പൊരുത്തപ്പെട്ട് ഒരു ജീവൻ നയിക്കുവാനും ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഈശോയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുവാനും നാം ആഗ്രഹിക്കണം. എങ്കിൽ പ്രിയമുള്ളവര്, ദൈവത്താൽ പ്രത്യേകം വിളിക്കപ്പെട്ട മക്കള്, അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണെങ്കിൽ അതിന് യോജിച്ച വിധം ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. എങ്കിൽ ഇന്നത്തെ ദിവസം മറക്കരുത്, വിളിയും തെരഞ്ഞെടുപ്പും. നമ്മൾ വിളി മാത്രം സ്വീകരിച്ചവരല്ല, ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട മക്കളാണെങ്കിൽ അതിന് യോജിച്ച വിധത്തിൽ ജീവിക്കുവാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെതായ കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ട് ദൈവിക കാഴ്ചപ്പാടിൽ മാത്രം ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ്. ഇപ്പോൾ കണ്ട ഈ ബെന്യച്ചൻ, ആ ബെന്യച്ചൻ്റെ ടോക്കിലിൻ്റെ ബാക്ക് വശത്ത് ഉള്ള കർത്താവിനെ തൂണിൽ കെട്ടിയിട്ടിട്ട് ആ ഭാഗം ആ ഫോട്ടോ എൻ്റെ അമ്മയുടെ വല്യപ്പൻ്റെ മകൻ ക്ലീറ്റസ് ബ്രദർ, കാൽവരിയിൽ ഉണ്ടായിരുന്ന ക്ലീറ്റസ് ബ്രദർ ക്ലീറ്റസ് അച്ഛനാണ് വരച്ച ആ പടം. ഒരു അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നു. ഈ ഗാകുൽത്തയിൽ ധ്യാനത്തിന് പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു 2 അനുഭവ സാക്ഷ്യം വോയിസ് മെസ്സേജ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ. ഈ മുകളിലെ അച്ഛൻ ഒരു
അച്ഛൻ ഒരു പ്രത്യേക കഴിവുള്ള അച്ഛനാണ്. ഞാൻ പണ്ട് ഒരിക്കൽ ധ്യാനം കൂടിയിട്ടുണ്ട്. ഞാനും എൻ്റെ ഒരു ധ്യാനം, ദമ്പതികളുടെ ധ്യാനം ഈ ഗാഗുൽത്താൻ്റെ കൂടിയിട്ടുണ്ട്. ഈ അച്ഛൻ്റെ ധ്യാനമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ അപ്പോൾ ധ്യാനം തുടങ്ങുന്നതിനേക്കാളും മുന്നേ കുർബാനയുണ്ടല്ലോ. അപ്പോൾ ധ്യാന തലേദിവസം രാത്രി അവിടെ ഉള്ള ഓരോരുത്തർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ പാത്രം കഴുകലൊക്കെ ഓരോരുത്തർ ഏറ്റെടുക്കലോ ധ്യാന കേന്ദ്രത്തില്. അപ്പോൾ തലേ ദിവസത്തെ പാത്രം കഴുകുന്നതിൽ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ പാത്രം കഴുകുന്നതിൽ കൂടാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പാത്രമൊക്കെ അത് കഴിഞ്ഞ് നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ എൻ്റെ മോതിരം കാണാനില്ല. പാത്രം കഴുകുന്നതിൻ്റെ ആ ഭാഗത്ത് ഞാൻ കുർബാന തുടങ്ങുമ്പോഴേക്കും ഓടിപ്പോയി പാത്രം കഴുകുന്നതിൻ്റെ അവിടെ ഞാൻ നോക്കി, അവിടെയൊന്നും കണ്ടില്ല. ചേട്ടനോട് പറഞ്ഞു ഒരു മോതിരം കാണാനില്ല. ഒരു വെള്ള പേളിൻ്റെ ഒരു 2 ഗ്രാമിൻ്റെ മോതിരമാണ്, പക്ഷെ അത് കാണാനില്ല. സാറില്ല, കിട്ടും, തരാതിരിക്കില്ല ദൈവം, കണ്ടെത്തി തരാതിരിക്കില്ല. അങ്ങനെ ചേട്ടനോടും പറഞ്ഞ് കുർബാനയ്ക്ക് വേഗം പോവാന്നും പറഞ്ഞ് പിന്നെ നോക്കാന്നും പറഞ്ഞ് കുർബാനയ്ക്ക് പോണേക്കാളും മുന്നേ കുർബാനയ്ക്ക് പോകാൻ നിൽക്കണ നേരത്ത് ഞാൻ എൻ്റെ മോതിരം കാണാണ്. കുർബാനയ്ക്ക് ആൾത്താരേമയ്ക്ക് വരുന്ന ഈ അച്ഛൻ്റെ കയ്യിൽ എൻ്റെ മോതിരം ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. കുർബാനയ്ക്ക് ആൾത്താരേമയ്ക്ക് കയറാൻ പോവാണ്, കയ്യിൽ എൻ്റെ മോതിരം. അപ്പോൾ അത് ഞാൻ കാണാണ്, എൻ്റെ കണ്ണിൽ ഞാൻ കാണാണ് ഈ അച്ഛൻ്റെ കയ്യിൽ മോതിരമുള്ളത്. വേഗം ഭയങ്കര സ്പീഡ്, എന്തിനു ഭയങ്കര സ്പീഡിൽ ഓടണേ, തുടങ്ങണല്ലോ. അത് എനിക്ക് ഞാൻ പറയാം പിന്നെ പറഞ്ഞിട്ട് ഞാൻ ചേട്ടനെ കൂട്ടാണ്ട് ഞാൻ കുർബാനേരെ അവിടേക്ക് ഓട് മാത്രല്ല ആൾക്കാരെ പിന്നിലേക്ക് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലണ്. അച്ഛ എൻ്റെ മോതിരം കാണാനില്ല, പക്ഷെ അച്ഛൻ്റെ കയ്യിൽ എൻ്റെ മോതിരം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ഇപ്പൊ തന്നെ കണ്ടു, ഇങ്ങനെ TV കാണുന്ന പോലെ ഇങ്ങനെ കണ്ടു. അച്ഛൻ്റെ കയ്യിൽ അച്ഛൻ മുറുക്കി പിടിച്ചിട്ട് കുർബാനയ്ക്ക് കൈ കാപ്പിട്ടിട്ട് വരുന്നത് കണ്ടു ഞാൻ. അച്ഛൻ ചിരിച്ചിട്ട് കൈ ഇങ്ങനെ നീർത്തി കാണിച്ചു, എടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ മോതിരം എടുത്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഇപ്പൊ എനിക്ക് ഈ അച്ഛൻ്റെ മുഖം കണ്ടപ്പോ ഓർമ്മ വന്നതാണ്. എന്നിട്ട് കൈ ഇങ്ങനെ തുറന്നു പിടിച്ചു, ഞാൻ ആ മോതിരം എടുത്തു. അതെന്നാലും ഞാൻ ഈ പാത്രം കഴുകിപ്പോ പോയതാ. പക്ഷെ ഇപ്പോഴാണ് എനിക്കിങ്ങനെ കാണിച്ച അച്ഛൻ്റെ കയ്യിൽ. അതാ ഞാൻ ഓടി വന്നേന്ന് പറഞ്ഞു. അതന്നെ ഞാൻ എടുക്കലും അച്ഛൻ കുർബാന ചെല്ലാൻ കയറലും കഴിഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു അതിശയായി. അപ്പൊ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അതുപോലെ തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഈ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് ധ്യാനം കൂടൽ കഴിഞ്ഞ് ഞാനും എൻ്റെ ഭർത്താവും തിരിച്ചു വന്നതിന് ശേഷം അച്ഛനൊരു